ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞങ്ങൾ കോട്ടയത്ത് ശരത്തേൻ്റെ വീട്ടിലാണ് ഉള്ളത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മമ്മി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, ഇഞ്ചെക്ഷൻ എടുക്കാനുണ്ട് കേട്ടോ. രാവിലെയും രാത്രിയായിട്ട് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ്. ഒരു ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വന്നതാണ്. പിന്നെ അത് ചെറിയ ഇൻഫെക്ഷനായി മാറി. പിന്നെ ഇപ്പം അതിൻ്റെ ബാക്കി പത്രമായിട്ടും ചെറിയ വയ്യായികളുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് 2 നേരം ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോയിരിക്കണം. ഇവിടെ അങ്ങനെ റോഡ് സൈഡ് ആയ കാരണം എപ്പോഴും ഇങ്ങനെ വണ്ടികൾ പോകും. അതിൻ്റെ ഒച്ചപ്പാട് കാരണം കൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാത്തത്. പിന്നെ രാത്രിയൊക്കെ ചെന്നിരുന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് മൈക്കൊക്കെ കുത്തിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇഡലി ഉണ്ടാക്കാം നമുക്ക്. അപ്പം നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതായത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആർക്കാണെങ്കിലും എടുക്കുന്ന ക്വാണ്ടിറ്റി ഇതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വെപ്രാളം വരില്ല. അപ്പം മമ്മിക്കും അങ്ങനെ തന്നെയാണ്. സാധനങ്ങൾ ഇങ്ങനെ അധികം ഇടുമ്പോഴുണ്ടല്ലോ തെറ്റി പോകുന്നു കേട്ടോ. അപ്പം മമ്മി പോയി വരുമ്പോഴത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മമ്മി ഓൾറെഡി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഞാനിന്ന് എണീറ്റ് വരെ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാടാണ്. അപ്പം അത് കാരണം കൊണ്ട് ഫോണിനകത്ത് സ്പേസ് തികയുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ 1:30 വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. അപ്പം ഞാൻ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോഴത്തേക്കും മമ്മി സാമ്പാറൊക്കെ കഷ്ണങ്ങളൊക്കെ വേവിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്നാൽ അവർ വരുമ്പോഴത്തേക്കും ഇഡലിയൊക്കെ ഉണ്ടാക്കാം. കുട്ടികളൊക്കെ ഉറക്കണം. അവരെല്ലാം 8:30, 9 ആയിട്ടൊക്കെയാണ് എണീക്കുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നാലും നമുക്ക് പരിപാടികൾ തീർക്കുന്നതാണല്ലോ നല്ലത്. അപ്പം അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു ചട്നിയും കൂടി അരയ്ക്കാം, സാമ്പാറും ചട്നിയും. ഈ വെളിച്ചെണ്ണയൊന്നും കളയണ്ട. ഇവിടെ വന്നേ പിന്നെ സ്കിന്നെല്ലാം ഒരുമാതിരിയാണ് കേട്ടോ, ഒരുമാതിരിയാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ തന്നെ തേക്കാം. നമുക്ക് മാവ് കോരി വയ്ക്കാം. ഞാനിത് കൊല്ലത്തിൽ ഒരിക്കൽ കാണുന്ന, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കാണുന്ന കിച്ചണായ കാരണം കൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് കേട്ടോ, സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത് എന്താണെന്നൊക്കെ. അപ്പോൾ എല്ലാം മമ്മി ഇങ്ങനെ കാണിച്ചു തന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരു സാധനം തപ്പുമ്പോൾ എടുത്തു വരുമ്പോഴത്തേക്കും അടുത്തത് കാണാണ്ടോ. അപ്പം എനിക്ക് കുറച്ച് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് നിന്നാലല്ലേ നമുക്കെല്ലാം പരിചയമായി വരുള്ളൂ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വന്ന സമയത്ത് എനിക്ക് എല്ലാം കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മുടെ ചെറിയ കിച്ചണിൽ നിന്ന് ജോലി ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തോ വേറൊരു സ്ഥലത്ത് വന്ന പോലെയാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് അങ്ങ് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു പോകാറാവും. ആകെ വർഷത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമാണ് മാക്സിമം നമ്മൾ നാട്ടിൽ വരാറുള്ളത്. അതുകൊണ്ടാണ് ഈ തപ്പലൊക്കെ. എന്താണെങ്കിലും നമ്മൾ മമ്മിയുടെ അസുഖമൊക്കെ മാറിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അതുവരെയ്ക്കും നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ വെക്കേഷൻ ആയ കാരണം കൊണ്ട് അത്രയ്ക്ക് പേടിക്കാനില്ല. ജോലിയുടെ ചെറിയ ലീവും കാര്യങ്ങളും മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിപ്പം വർക്ക് ഫ്രം ഹോമാണ് ശരത്തേട്ടൻ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഈ അവസ്ഥയിൽ നമുക്കിങ്ങനെ തനിച്ചാക്കിയിട്ട് പോവാനും പറ്റില്ല. നമ്മളിവിടെ വന്ന് ഇരിക്കുന്ന സമയമല്ലേ. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഇഡ്ഡലി കുക്കർ കണ്ടോ, അത് ഇങ്ങനെയാണ്. എൻ്റെ വേറൊരു ടൈപ്പാണ്. പക്ഷെ ഇതിന് കുറച്ചും കൂടി ഒതുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഇഡ്ഡലി കുക്കർ വാങ്ങിച്ചിട്ട് പോകണം എന്നുണ്ട്. നമുക്കിത് കൊണ്ടുപോയിച്ചാൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇപ്പുറത്തെ അടുക്കളയിലാണ്. അപ്പം ഞാൻ അവിടേക്ക് പോവാണ് കേട്ടോ. നമ്മളിതേ ചെറിയ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അലൂമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രമാണ്. എൻ്റെ കയ്യിലുള്ളത് സ്റ്റീലും. അപ്പോൾ പെട്ടെന്ന് സ്റ്റീല് കരി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതാ നല്ലത് എന്നുള്ളതൊന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഇഡ്ഡലിനെ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ അടുക്കളയൊക്കെ ഉണ്ട്. നമ്മുടെ ബാംഗ്ലൂർ പോലെ അല്ലല്ലോ. അവിടെ ആകെ അടുക്കളയ്ക്ക് ഇത്ര സൈസ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ പിന്നെ സെപ്പറേറ്റ് നമുക്ക്. അപ്പോൾ കുക്കിംഗ് പാർട്ടൊക്കെ ഇവിടെ നോൺ വെജ് ആണെങ്കിലും എല്ലാം ഇവിടെ തീർക്കുമ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ അടുക്കളയ്ക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ അടിക്കുക മീൻകാരനാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിനി സാമ്പാറിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ.
അങ്ങനെ ഞാൻ സാമ്പാർ വയ്ക്കുന്ന പോലെയല്ലേ ഇവിടെ മമ്മി വയ്ക്കുന്നത് കേട്ടോ. ഇവിടെ വെണ്ടക്കായൊക്കെ വഴറ്റിയിട്ടാണ് കത്തി. എനിക്കങ്ങനെ വഴറ്റുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഡയറക്റ്റ് എല്ലാം കുക്ക് ചെയ്ത് ഒന്നിച്ചാണ് സാമ്പാർ വയ്ക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ശീലം, എളുപ്പം അത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയും അല്ല, പൊടികളും തേങ്ങയൊക്കെ വറുത്തിട്ട് അരച്ചിട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ തരത്തിലാണല്ലോ. ഇവിടെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, വെണ്ടക്കായൊക്കെ വഴറ്റി ഇതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് വേണം. അതിലും പൊടി ഇട്ടിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുള്ളതിൽ, എന്നാലും ഇതിനകത്തും കുറച്ച് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് വേണം അതിൽ ചേർക്കാനെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ വെണ്ടക്കായ ഇതേ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇരുമ്പ് ചീനച്ചട്ടിയും അങ്ങനെയൊക്കെയാണ്, നോൺ സ്റ്റിക്ക് ഒന്നും അധികം ഉപയോഗിക്കില്ല കേട്ടോ. അപ്പം എനിക്കിതൊക്കെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ. സാമ്പാർ പൊടി ചേർക്കുന്നതിനൊപ്പം തന്നെ മമ്മി ഇതിലേക്ക് എന്നോട് ചേർക്കാൻ പറഞ്ഞ പൊടികൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ വെണ്ടക്കായയിൽ അത് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ചൂട് സാമ്പാർ മമ്മി കുക്ക് ചെയ്തപ്പോൾ കുറച്ച് പുറത്ത് പോയതാണ്. ഞാൻ ഇതിൽ തന്നെ കടുക് കാച്ചെണ്ണ. നല്ല ചൂടുണ്ട് കേട്ടോ ഈ സാധനത്തിന്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ പറയുക, ഇവിടെ ഇഷ്ടംപോലെ കറിവേപ്പിലയാണ്. ചെല്ലുന്നു, ഒടിക്കുന്നു, കൊണ്ടുവന്നിടുന്നു. നല്ല ഫ്രഷായിട്ട് നല്ല മണമാണ്. നമ്മൾ വാങ്ങിക്കുന്ന പോലെ നല്ല നല്ല മണം. ഇനി കടുക് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, പകുതി സാധനങ്ങൾ ഇവിടെ തപ്പിയാൽ എനിക്ക് കിട്ടില്ല. ഇപ്പം തന്നെ കാസറോള് തപ്പിയിട്ട് കാണുന്നില്ല. ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ റെഡി. ചട്നിയുടെ ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടപ്പെടുന്ന അറിഞ്ഞൂടാ ഡാഡിക്ക്. കുഴപ്പമില്ല, എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കഴിക്കണം. ഒന്ന് മാറ്റി പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനത് ചട്നി അരയ്ക്കും മുന്നേ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഞാൻ ഏത് ചട്നി അരച്ചതെന്നറിയോ? നമ്മൾ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഒരു ചട്നി അരച്ചിട്ട് കാണിക്കാറില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡാഡിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഡാഡി പറഞ്ഞു നല്ല അടിപൊളി ചട്നിയാണെന്ന്. അവരിങ്ങനെ പുറമേയൊക്കെ ഒരുപാട് നാൾ താമസിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമ്മുടെ നാട്ടിലെ രുചികളെ കഴിഞ്ഞ് അവർക്ക് കൂടുതൽ പരിചിതം പുറമേയുള്ള നാടുകളിലെ രുചികളാണ് കേട്ടോ. അതുകൊണ്ട് ഡാഡിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ എപ്പോഴും ജോലികൾ ഒന്നിച്ച് തീർക്കാനാണ് നോക്കുന്നത്. കാരണം എനിക്ക് വേറെ ജോലികൾ, എഡിറ്റിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് ജോലി തീർക്കുക, ടാസ്ക് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ അങ്ങനെയല്ല, എല്ലാം കുറച്ച് സ്ലോയിലാണ് ചെയ്യുന്നത് കേട്ടോ. ആർക്കും ഒന്നിനും ധൃതിയും കാര്യങ്ങളൊന്നുമില്ല. അടുക്കളയിലെ കാലത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം ആയ സ്ഥിതിക്ക് ഞാൻ എന്നാൽ പുറത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് തുണികളൊക്കെ അലക്കിയിടാനായിട്ടുണ്ടായിരുന്നു. പൊതുവെ ഞാൻ എല്ലാം വാഷിംഗ് മെഷീനിലാണ് അലക്കാറുള്ളത്. എന്നാലും കുറച്ച് തുണികളൊക്കെ എങ്ങനെ പോയാലും നമുക്ക് കൈകൊണ്ട് അലക്കേണ്ടതായിട്ട് വരും. അതാണ് ഞാൻ ആ കഴുകിയിട്ടത് കേട്ടോ. വെയിൽ വരും മുന്നേ ഞാൻ ആ ഭാഗത്തുനിന്ന് പോകുന്നതാണ്. പുറത്താണ് കേട്ടോ നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അകത്തുള്ള എല്ലാ സൗകര്യവും പുറത്തുള്ള കാരണം നല്ല സുഖമാണ്. നമ്മൾ ബാംഗ്ലൂർ പോലെ അല്ലല്ലോ, എല്ലാം ഒരു ഇട്ടാവട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഉള്ളത് മമ്മി വന്നിട്ട് എന്താ വയ്ക്കുന്നത് തീരുമാനിക്കണം കേട്ടോ. പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചാറായിട്ട് സാമ്പാർ നമുക്ക് എടുക്കാം.
ഇവിടെ അപ്പാപ്പലത്തെ പാത്രം അപ്പാപ്പ കഴുകിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് നല്ല പണിയായിരിക്കും. നമ്മുടെ വീട്ടിലെ പോലെ കഴുകാനൊന്നും ആൾ വരുന്നില്ലല്ലോ, വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് ആകുമ്പോൾ പെട്ടെന്ന് കഴുകി തീരും. അതുകൊണ്ടാണ് ഞാൻ മെനക്കെട്ട് വേഗം പാത്രം കഴുകുന്നത്. കുടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തരാടാ. ഡാഡി മമ്മി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് മത്തിയും അതുപോലെ ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്ന് എന്നോട് പറയുമായിരുന്നു. മമ്മി വന്ന കുറച്ച് നേരത്തേക്ക് കുറച്ച് ക്ഷീണമൊക്കെ കാണും, അത് കാരണം കുറച്ച് നേരം പോയി കിടക്കും കേട്ടോ. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പിന്നെ ഉഷാറായിട്ട് വരും. ഒരു ചെറിയ വൈറൽ ഫീവർ വന്നതാണ് ഇതിനെല്ലാം കാരണം. അതെന്തോ പിന്നെ ബ്ലഡിലൊരു ഇൻഫെക്ഷനായിട്ടൊക്കെ മാറി. ഇപ്പം അതിനുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തിന്നോക്കിയാ മധുരം ഉണ്ടോ? കൊച്ചിന് വരുന്നില്ല. എല്ലോയാ അവൻ കാണുന്ന പരിപാടി അവൻ കൂടെ കണ്ടുള്ളൂ. പറ്റില്ല. ഇവിടെ സൂപ്പർ പഞ്ചായത്ത് അറിഞ്ഞു കൊടുക്കാൻ ഇവിടെ കുഞ്ഞിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ചക്ക കൊണ്ടുവന്നതെന്ന ആൾ പറഞ്ഞത് ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല ചക്കയാണ് ഇത് എന്നാണ് കേട്ടോ. അത്രയും മധുരവും രുചിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പഞ്ചായത്തിലെ ഏറ്റവും നല്ല ചക്ക തിന്നാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ നല്ല മധുരമായിരുന്നു. പറഞ്ഞത് സത്യം തന്നെയാണെന്ന് തോന്നുന്നു. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട് നിറയെ ഈച്ചയായിരിക്കും. അതാണ് ആകെ ഒരു ശല്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിൽ അടുക്കളയുടെ ഭാഗത്തൊന്നും ഇരുന്ന് വെട്ടാതെ വീടിൻ്റെ വേറൊരു ഭാഗത്ത് വന്നിരുന്ന് ഇതെല്ലാം വെട്ടുന്നത് കേട്ടോ. അതാകുമ്പോൾ ഇവിടെ നിന്ന് ഈച്ച അകത്തേക്ക് കടക്കില്ല എന്നുള്ളൊരു വിശ്വാസം. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് മണം അടിച്ചപ്പോഴത്തേക്കും ഈച്ചയാണ് ആദ്യം എത്തിയത് കഴിക്കാൻ. അത് ശരി, നീ കുത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ചക്കയൊന്ന് നോക്കിക്കുക, ചക്കച്ചുളയുടെ ഒരു ഭംഗി നോക്കിക്കുക. നല്ല സ്വർണത്തിൻ്റെ കളറുള്ള ചക്ക, എന്തൊരു ഭംഗി ഫിനിഷിങ് കാണാനായിട്ടല്ലേ. ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈച്ചച്ചാർ വന്ന് അതിലിരിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആട്ടി പായിച്ചതാണ്. ഞങ്ങൾ പിന്നെ അതെല്ലാം ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചു. കുറേയൊക്കെ ഞങ്ങൾ ആ സമയത്ത് തന്നെ പറക്കി തിന്നുകയും ചെയ്തു കേട്ടോ, കൊതി കാരണം കൊണ്ട്. നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചത് ചക്കയും മാങ്ങയും ഒക്കെ തന്നെയായിരുന്നു. പല വെറൈറ്റി മാങ്ങകൾ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഉച്ചക്കലത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ചക്ക പറിക്കാനും വർത്തമാനത്തിനും പോയി ഇരുന്നിട്ട് എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ അടുപ്പിക്കാമെന്ന് വിചാരിച്ച് മുറ്റത്ത് തന്നെ കുറച്ച് കോവൽ നിൽപ്പുണ്ട്. അപ്പോൾ കോവക്കായൊക്കെ പൊട്ടിച്ചെടുത്തു. ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ മുറ്റത്തുണ്ടായതൊക്കെയാണ് ഞങ്ങൾ വെച്ച് കഴിക്കുന്നത് കേട്ടോ. വെജിറ്റബിൾസിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. പിന്നെ മത്തി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഡാഡി. അപ്പോൾ ശരത്തേട്ടനാണ് എനിക്ക് ഇന്ന് മത്തി ക്ലീൻ ചെയ്തിട്ട് വാങ്ങിച്ചു. പക്ഷെ കഴുകിയൊക്കെ തന്നത് ശരത്തേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് മത്തിയെല്ലാം പരട്ടി കുറച്ച് വറുക്കാനായിട്ട് വെച്ചു. പിന്നെ കുറച്ചൊക്കെ എടുത്ത് നമ്മൾ കറി വെക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മുളകിട്ട കറിയോടാണ് കൂടുതൽ ഇഷ്ടം. അരച്ച് വെക്കലൊക്കെ കുറവാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ തേങ്ങ അരച്ച് വെക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് വെക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ ഇന്ന രീതിയെ ഫോളോ ചെയ്യുകയെന്നൊന്നുമില്ല. ഞാൻ 2 സ്ഥലത്തെയും കറികൾ വെച്ച് കൊടുക്കാറുണ്ട് ശരത്തേട്ടന്. അപ്പോൾ കടുകെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത കുറച്ച് കോവക്കായും അതുപോലെ തന്നെ 2 ക്യാരറ്റും മറ്റും എടുത്തിട്ടാണ് തോരൻ വെക്കുന്നത് കേട്ടോ. സവാള നന്നായിട്ട് വഴന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ആ പച്ചക്കറികൾ നീളത്തിലാണ് അരിഞ്ഞത്. അപ്പോൾ അങ്ങനെയും ചേർത്ത് കൊടുത്തു. ഇതിന് ഏകദേശം ഒരു അവിയലിൻ്റെ ചായയൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി ആവിയിലാണ് വേവിച്ചത്. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക്
തേങ്ങ ചതച്ചത് കൂടിയും ചേർത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് തേങ്ങ 2 ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൂടി ചേർത്ത് ഞാൻ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് ഒരു ചെറിയ വേവ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ മത്തിക്കറിയും ഫ്രൈയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ വീട്ടിലെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.